മദാമ്മയ്ക്ക് ഇന്ത്യയിലെ ഭാഷയും സംസ്കാരവും ജനങ്ങളുടെ വികാരവും അറിയാത്തത് സ്വാഭാവികം. കൂട്ടത്തിൽ തുടർച്ചയായി ഭരണം കിട്ടാതെ 15ാമത്തെ വർഷത്തിലേക്ക് നീങ്ങുകയാണ് എന്ന തിരിച്ചറിവും കൂടി ഉണ്ടാകുമ്പോൾ നിലവിട്ട് പെരുമാറുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഭരണം കിട്ടാതെ ഭ്രാന്തായി പോയ ഒരു കുടുംബത്തിൻ്റെ ജൽപ്പനമാണ് ഇന്ന് പാർലമെൻറ്റിൽ കേട്ടത്. സോണിയാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പാർലമെൻറ്റിൽ വെച്ച് അപമാനിച്ചിരിക്കുന്നു. ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ രാഷ്ട്രപതി ഭവന് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നിരിക്കുന്നു. എത്ര ലജ്ജാകരമായ അവസ്ഥയാണ്. സോണിയാഗാന്ധി പത്രലേഖകരോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് എന്താ, അതായത് പാർലമെൻറ്റിൽ വെച്ചാണ്, അതായത് അതെ, അതിൻ്റെ പുറത്ത്. അപ്പോൾ ഈ സംയുക്ത പാർലമെൻറ്റ് സമ്മേളനമായിരുന്നു, അവിടെയാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്, രാജ്യസഭയും ലോകസഭയും ചേർന്നിട്ട്. അത് കഴിഞ്ഞ് ഈ മാധ്യമപ്രവർത്തകർ, സാധാരണഗതിയിൽ പ്രതിപക്ഷത്തുള്ള ആളുകൾ ഇതിനെ എതിർത്താണല്ലോ എന്തെങ്കിലും പറയുക. അപ്പോൾ അവർ പറഞ്ഞു, സോണിയാഗാന്ധി പറഞ്ഞു, ദ പ്രസിഡൻറ്റ് വാസ് ഗെറ്റിംഗ് വെരി ടയേർഡ് ബൈ ദ എൻഡ്. അവസാനമായപ്പോൾ അവർ ക്ഷീണിതയായിരുന്നു. ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക് പുവർ തിങ് എന്ന് പറഞ്ഞു. അവർക്ക് സംസാരിക്കാനേ കഴിയുമായിരുന്നില്ല. പൊട്ടിപ്പെണ്ണ്. ഇതാണ്. ഇവർക്ക് ഭയങ്കര വിവരമാണല്ലോ ഈ തള്ളയ്ക്ക്. ഞാനിത് കാരണം ഒരു പപ്പുമോനെയും ഒരു പിങ്കിമോളെയും ഉൽപ്പാദിപ്പിച്ച് ഈ രാജ്യത്തെ നിരന്തരം അപഹസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രഥമ പൗരയായ രാഷ്ട്രപതിയെ പൊട്ടിപ്പെണ്ണ് എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് ഈ സ്ത്രീ അധപ്പതിച്ചിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഈ വരേണ്യ സംസ്കാരമുള്ള ആളുകൾ ഭൃത്യന്മാരെയൊക്കെ വിളിക്കില്ലേ, എടാ രാമ ഏബ്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു വൃത്തികെട്ട സംസ്കാരമാണ് ഇവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമാണല്ലോ. ദ്രൗപദി മുർമു ആദിവാസി ഗോത്ര വനിതയാണ്. ഇവരെ പോലെ വെളുത്ത് വിളവളാന്നിരിക്കുന്ന ഒരു സ്ത്രീയല്ല, കറുത്ത സ്ത്രീയാണ്. പക്ഷെ അതിനും മാത്രമുള്ള വരേണ്യ സംസ്കാരത്തിൽ നിന്നാണോ ഈ സോണിയ മെയിനോ വന്നേന്നുള്ളതും സംശയമാണ്. കാരണം അച്ഛനാരാണെന്ന് ചോദിക്കുമ്പോൾ അറിയാം കഥ. അതെ, അത് ഓൺലൈൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം. അതെ, ലണ്ടനിലെ ഏതോ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ റിപ്പോർട്ടുകളിൽ കാണാറുണ്ട്. ഇവിടുത്തെ ഒരു ഭരണവംശത്തിലേക്ക് മറ്റേ വിവാഹം, അതിനു മുമ്പും പല കഥകളും ഉണ്ട്. അതെ അതെ അതെ, ഇതൊക്കെ നമ്മൾ പറയുന്നില്ല. മാധവറാവു സിന്ധ്യയെ പറ്റിയൊക്കെ ആളുകൾ പറയാം, സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ അറിയാം. അതെ, അങ്ങനെ വന്നിട്ട് ഇപ്പോൾ സുനിൽ നേരത്തെ പറഞ്ഞ പോലെ ഭരണം കിട്ടുന്നില്ല. ഇത് 10-15 കൊല്ലമായില്ലേ ഈ ഭരണം ഇല്ലാതിരിക്കുന്നു. അതിൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തിരിക്കുകയാണ്. ഇന്ന് മോദി ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു, പാർലമെൻറ്റിൻ്റെ മുമ്പിൽ വന്നിട്ട്. അദ്ദേഹം ഒരു മഹാലക്ഷ്മി സ്തോത്രം, മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് അവസാനിക്കുന്ന സ്തോത്രം ചൊല്ലിയാണ് തുടങ്ങിയത്. എല്ലാവർക്കും തോന്നിയത് ബജറ്റിൽ ഇത്തവണ സ്ത്രീ ശാക്തീകരണത്തിന് എന്തൊക്കെയോ വരാൻ പോകുന്നു, അതിൻ്റെ സൂചനയായിട്ടാണ് അദ്ദേഹം മഹാലക്ഷ്മിയെ പറ്റി സ്തോത്രം ചൊല്ലി തുടങ്ങിയത് എന്നാണ് പൊതുവെ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിദേശ ഇടപെടലുകളില്ലാത്ത ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനമാണിത് എന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം ഈ സോറോസുമായി ബന്ധപ്പെട്ട ചില സംഘടനകൾ, അതായത് മാധ്യമ സംഘടനയും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, ക്രൈം റിപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെറ്റുകൾ ഇവിടെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോഴേക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു വാർത്ത ഇങ്ങനെ ഹിൻഡൻബർഗോ അദാനിന്നോ പെഗാസസ് സമ്മേളനത്തിന് മുമ്പ് സാധനങ്ങൾ ഉണ്ടാക്കി വിടും. പെഗാസസ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വിടും. പിന്നെ മറ്റേ കോവാക്സിൻ കരാർ ബ്രസീലിനുള്ളത് ഇത്തവണ ഒന്നും ഉണ്ടായില്ല. ഇത്തവണ അതൊന്നും ഉണ്ടായില്ല. കാരണം അമേരിക്കയിലെ ഭരണം മാറി, സോറോസിന്റെ അടപ്പളകി, അത് സോറോസ് ഹിൻഡൻബർഗ് പൂട്ടിപ്പോയി. ഹിൻഡൻബർഗ് എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ 2 പാർലമെന്റ് സമ്മേളനം ഹിൻഡൻബർഗ് ആയിരുന്നു, കഴിഞ്ഞ 2 എണ്ണം. ഇത് രാഹുൽ ഗാന്ധിക്ക് ഫീഡ് ചെയ്ത് കൊടുക്കും. അതിന് മുമ്പ് ഏതെങ്കിലും ഒരു ജർമ്മനിലോ എവിടെയെങ്കിലും ഒരു യൂട്യൂബ് നടത്തുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ ഇത് കടത്തി ഇവരുടെ ഫണ്ട് ചെയ്യുന്ന കുറെ പത്രങ്ങളുണ്ടല്ലോ, അയാൾ 5-6 പത്രം ഫണ്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഈ മദാമ്മ സോറോസിന്റെ സംഘടനയുടെ
വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പൈസ മേടിച്ചല്ലോ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, 2 കോടി രൂപയോളം മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കണക്കിലുള്ളത് ഇത്തവണ ഈ വിദേശ സഹായം ഒന്നും കിട്ടിയില്ല സോണിയാഗാന്ധിക്ക്. അതിൻ്റെ ഒരു രോഷവും കൂടിയാണ് ഇവർ ഈ ദ്രൗപദി മുർമുവിൻ്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതി ഭവൻ ഈ സോണിയാഗാന്ധി പൊട്ടിപ്പെണ്ണ് എന്ന് വിളിച്ചതിന് ഒരു പ്രതികരണം രാഷ്ട്രപതി ഭവനിൽ നിന്ന് അസാധാരണമാണത്. ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃനിരയിലുള്ള ഒരാൾക്ക് നേരെ, അതും ഒരു സ്ത്രീക്ക് നേരെ, രാഷ്ട്രപതിയായ ഒരു സ്ത്രീ തന്നെ ഇറക്കുന്നു എന്നുള്ളത് വലിയ അസാധാരണമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് പുവർ ടേസ്റ്റ്, വളരെ മോശമായിപ്പോയി, ഇത് വൃത്തികെട്ട അഭിരുചി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾ ഈ രാഷ്ട്രപതിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതായിട്ട് കാണുന്നു. അന്തസ്സിനെ ഹനിക്കുന്ന പരാമർശമാണെന്ന് രാഷ്ട്രപതി ഭവൻ തന്നെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് അസ്വീകാര്യമാണ്, അൺആക്സെപ്റ്റബിൾ. ഈ നേതാക്കൾ പറഞ്ഞത് രാഷ്ട്രപതിക്ക് അവസാനമായപ്പോൾ ക്ഷീണമുണ്ടായി, അവർക്കധികം സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത് സത്യവുമായിട്ട് പുലബന്ധം പോലും ഈ പരാമർശത്തിനില്ല, രാഷ്ട്രപതി ഭവൻ പറയുന്നു. അല്ല, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നല്ലേ. രാഷ്ട്രപതിക്ക് ഒരു ക്ഷീണവും ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, കർഷകർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ക്ഷീണവും തോന്നി. അതായത് ഇന്ത്യയിലെ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട ആദിവാസി ഗോത്ര സമുദായത്തിൽ നിന്ന് വന്ന ഒരു മഹിള രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുമ്പോൾ അവർ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കൊരു ക്ഷീണവും ഉണ്ടാവില്ല എന്ന് പറയേണ്ടി വരുന്നു. കാരണം ഇവരുടെ ജാതി കുശുമ്പാണ് അതിനകത്ത്. അതെ അതെ, മാത്രമല്ല അവർ ഇവിടുന്നൊന്നുമുള്ളതല്ലോ, അവർ വെളുത്ത വർഗമാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അവർ കരുതുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നയാണ്, ഇപ്പോൾ സമ്പന്നയായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. എവിടെ നിന്നുണ്ടായി നമുക്കൊക്കെ അറിയാം. അത് പല വിഗ്രഹ കേസുകളൊക്കെ ഉണ്ട്, സഹോദരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഗ്രഹ കേസുകൾ. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വിഗ്രഹങ്ങൾ മോഷണം പോവുകയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്കൊരു വീഡിയോ ചെയ്യണം അതിൽ. അതെ. അപ്പോൾ എന്നിട്ട് അവസാനം ആയിട്ട് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള കുറിപ്പിൽ പറയാണ്, രാഷ്ട്രപതിയുടെ ഓഫീസ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം നേതാക്കൾക്ക് ഇന്ത്യൻ ഭാഷകൾ, ഹിന്ദി പോലുള്ള ഇന്ത്യൻ ഭാഷകളിലെ പ്രയോഗങ്ങളെ പറ്റിയോ ആ സംവാദങ്ങളെ പറ്റിയോ ഒന്നും ഒരു ധാരണയും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വിദേശികൾക്ക് ഹിന്ദി പോലുള്ള ഭാഷകൾ മനസ്സിലാവുകയില്ല. സത്യമാണല്ലോ. അതുകൊണ്ട് ഈ അവരുടെ പ്രതികരണം മുഴുവൻ വളരെ മോശമായിപ്പോയി, നിർഭാഗ്യകരമായിപ്പോയി, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അല്ല, ഒരു കുടുംബം ആകെ ഇങ്ങനെ ഹാലിളകി നടക്കുകയാണ്. മകന് വേണ്ട ഭ്രാന്തിൻ്റെ പക്കോളെത്തി, അത് മൂർച്ഛിച്ച അവസ്ഥയിലാണ്. അത് കഴിഞ്ഞപ്പോൾ മകൾ ആദ്യം പ്രസംഗിച്ചത് എന്താണ്? ഹിമാചലിലെ സർക്കാരിനെ കണ്ടോ എന്ന് പറഞ്ഞ് സ്വന്തം സർക്കാരാണ് ഭരിക്കുന്നത് പോലും അറിയാൻ വയ്യാത്ത ഒരു പ്രസംഗം നടത്തി. ഹിമാചൽ സർക്കാരിനെ ചീത്ത പറയാൻ മാത്രം ഉണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഈ എല്ലാ MP-മാരുടെയും ഫോൺ നമ്പർ കിട്ടും, ഫോണിൽ വിളിച്ചാലും കിട്ടും. വയനാട്ടുകാർക്ക് വയനാട് MP-യുടെ ഫോൺ നമ്പർ കിട്ടുമോ? എത്ര ഇത് കേൾക്കുന്ന വയനാട്ടുകാർക്ക് എത്ര പേർക്ക് നിങ്ങളുടെ MP-യുടെ ഫോൺ നമ്പർ ലഭ്യമാണ്? ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ MP-യോട് സംസാരിക്കാൻ പറ്റുമോ? വേണ്ട, ഞങ്ങൾക്ക് സംസാരിക്കേണ്ട, മൂക്കും മുടിയും കണ്ടാൽ മതി എന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടല്ലോ. കാരണം അവർക്ക് ജാതിയാണ്, അവരെ സംരക്ഷിക്കാൻ അവർക്ക് 2047 അവരുടെ ശരീരത്ത് രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ പ്രാപ്തരായ നേതാവിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവർക്കതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ അപമാനിക്കുക, അതും പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച്, പാർലമെൻറ്റ് നയപ്രഖ്യാപനം കഴിഞ്ഞ് പുറത്ത് വന്ന് അവിടെ വെച്ച്, പാർലമെൻറ്റ് ഹാളിലല്ല, എന്തുകൊണ്ട് പാർലമെൻറ്റിൽ അല്ലാതാവുന്നില്ല, പാർലമെൻറ്റിൽ വെച്ച് രാഷ്ട്രപതിയെ വളരെ മോശമായി, എന്തടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീ, ഒരു ബാർ ഡാൻസറായിരുന്ന ഈ സ്ത്രീക്ക് അഭിഭാഷക വൃത്തി അല്ലേ, ഗവർണറായിരുന്ന, മന്ത്രിയായിരുന്ന, അങ്ങനെ വലിയ പാരമ്പര്യമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ
പൊട്ടിപ്പെണ്ണ് എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നത്? കഷ്ടമായി പോയി. കാരണം ഈ ഒന്നാമത് നമ്മുടെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഇവരൊക്കെ സമൂഹത്തിലെ ഈ പാർശ്വവൽകൃത സമുദായങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് ഭാരതം ഈ ലോകത്തിൻ്റെയൊക്കെ മാതൃകയായി നിൽക്കുന്നത്. എന്നിട്ട് അവർ മെറിറ്റുള്ളവരും കൂടിയാണ്. കാരണം അവർക്ക് ഇതൊന്നും ആരും വെറുതെ താലത്തിൽ വെച്ച് കൊടുത്തതല്ല, പോരാടിയിട്ടാണ് അവർ ഈ സ്ഥാനത്തെത്തി. അതെ അതെ, ഒരു ആദിവാസി യുവതി, ഒരു സ്ത്രീ ഇത്രയും വലിയ പദവിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്രെഡൻഷ്യൽസ് എത്ര വലുതായിരിക്കും. ഇവരെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാർ തന്നെ ഇവരെ പറ്റി രാഷ്ട്രപതിയായി കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരൊക്കെ എത്ര അഭിമാനത്തോടു കൂടിയാണ് അത് ഒരു അവരൊക്കെ ഓർക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കോളേജിൽ വെച്ച് കണ്ടപ്പോൾ പ്രണയിച്ച് തൻ്റെ ഭാവി ഭദ്രമാക്കാൻ തീരുമാനിച്ചു വന്നൊരു മദാമയ്ക്ക് ഇതെന്ത് മനസ്സിലാക്കി? എന്ത് പാരമ്പര്യമാണ്, എന്ത് സംസ്കാരമാണ് ഇവർ അത് ഈ കുടുംബത്തിന്റെ സംസ്കാരം തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അല്ല, ആകെയുള്ള യോഗ്യത ഈ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവായി എത്താനുള്ള യോഗ്യത ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ കഴിഞ്ഞു എന്നത് മാത്രമല്ലേ ഉള്ളൂ. എന്ത് പാരമ്പര്യം, എന്ത് രാഷ്ട്രീയ പാരമ്പര്യം. ആ കുടുംബത്തിൽ നിന്ന് തന്നെ മനേകാ ഗാന്ധിയെ ഇന്ദിരാഗാന്ധിക്ക് ഒരിക്കൽ അടിച്ചിറക്കേണ്ടി വന്നില്ലേ? അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി പൊട്ടിക്കരയുകയായിരുന്നു എന്ന് പണ്ട് ഖുഷ്വന്ത് സിംഗ് എഴുതുന്നുണ്ടായിരുന്നു. കാരണം ഖുഷ്വന്ത് സിംഗിന് മനേകയെ നന്നായിട്ട് അറിയാമായിരുന്നു, അവർ സിഖുകാരാണല്ലോ. അപ്പോൾ അങ്ങനെ കുടുംബത്തിൻ്റെ അകത്തും പാര വെച്ചുകൊണ്ടിരുന്ന സംസ്കാരമാണ് ഈ സോണിയാഗാന്ധി. ആരാണ് മേനകയെ അടിച്ചിറക്കിയതെന്നറിയാം. അതെ. ഏതായാലും പപ്പുമോനും പിങ്കിമോൾക്കും പിന്നാലെ ഡാഗിനിയും രാജ്യത്തിനെതിരെ നിലപാടെടുത്ത് പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നാറ്റക്കേസായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.